പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് നയനയും കൂടി കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ച് വീട്ടിലെത്തുകയാണ് കേട്ടോ. എത്തിയ ഉടനെ തന്നെ ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കുന്ന 25,000 രൂപയുണ്ടല്ലോ, അത് ഭദ്രമായിട്ട് പെട്ടിനകത്ത് പൂട്ടി വെച്ചോളാൻ പറയുന്നുണ്ട്. ഒന്ന് പോ ആദർശ് ഏട്ടാ, എന്നെ കളിയാക്കാതെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നയനയും തിരിച്ചു പറയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ജാനകി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു വളകാപ്പ് ചടങ്ങൊക്കെ എന്ന് നയനയുടെ അടുത്ത്. അപ്പോഴേക്കും ആദർശ് ഇടയിൽ കയറി ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മയും മുത്തശ്ശിയൊക്കെ വന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെ വന്നു എന്ന് പറയാണേ. അത് കഴിഞ്ഞ് ആദർശിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഓ രാവിലെ നയനയുടെ ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലോ, നന്നായിട്ടുണ്ടെന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ തന്നെ അതെ ശരിയാണ്, അവളുടെ ഫ്രണ്ടിന്റെ വീടൊന്ന് കാണേണ്ടതാണ്, അത് ശരിക്കും ഒരു വളകാപ്പ് ചടങ്ങ് മാതിരിയല്ല, വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ പോലെയായിരുന്നു. അത് മാത്രമല്ല നയനയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അവരെന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് ഗിഫ്റ്റാ കിട്ടിയെന്ന് ചെറിയമ്മ ചോദിക്കുകയാണ് കേട്ടോ. അത് ആദർശേട്ടൻ വെറുതെ പറയുന്നതാണ്, അല്ലാണ്ട് വേറെ പണി എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി നാണുള്ള പോലെ നയന അവിടുന്ന് കയറി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നയന പോകുന്ന സമയത്ത് റൊമാൻസ് നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ ജാനകി. പെട്ടെന്ന് ആദർശ് നമ്മുടെ അബിയുടെ അനിയത്തി അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നീ പണ്ട് ജ്വല്ലറി ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, ഇപ്പൊ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു നിമിഷം ആലോചിക്കുന്നത്, അന്ന് നയനയെ വിളിച്ചിട്ട് ഒരാളെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചതും എന്നിട്ട് താനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടോ. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഡിസൈൻ ചെയ്തതൊന്നും ഏട്ടന് പിടിക്കില്ലല്ലോ, അവള് ചെയ്താൽ മാത്രമല്ലേ പിടിക്കുള്ളൂ, എന്താ എന്ന് ആദർശ് ചോദിക്കുന്ന സമയത്ത് ഏയ് ഒന്നുമില്ല, ഇപ്പൊ എനിക്ക് പഠിക്കാനൊക്കെ ഓവർലോഡാണ്, അപ്പം ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല എന്ന് പറയണേ. അത് കഴിഞ്ഞ് ആദർശ് അവിടുന്ന് പോവാണ് കേട്ടോ. തുടർന്ന് നയന റൂമിലേക്ക് പോകുന്ന സമയത്താണ് നവ്യയുടെ റൂമിൽ നിന്ന് പാട്ട് കേൾക്കുന്നത്. മൊബൈലിനകത്ത് പാട്ടും വെച്ചിട്ട് ആള് നല്ല ഡാൻസിലാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് നയന ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഡോറ് വേഗം അടയ്ക്കുന്നുണ്ട്. ചേച്ചി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുകയാണ് കേട്ടോ നയന. ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ കണ്ണാണൂടെ ഞാനിവിടെ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയ്ക്കാണോ പിടിച്ചു നിർത്തുന്നത്? എനിക്കല്ല ബോധമില്ലാത്തത്, ചേച്ചിക്കാണ്. ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നിട്ട് ഭൂമിക്കും ആകാശത്തിനും മേലെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം അറിയോ ചേച്ചിക്ക്? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എത്രയും വേഗം തന്നെ എനിക്ക് മെലിഞ്ഞിട്ട് ഒരു നല്ല മോഡൽ ആവണം, അതാണ് ഇപ്പൊ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? ഈ വീട്ടിലെ മരുമകളാവാൻ വേണ്ടിയിട്ട് ചേച്ചി എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ കയറി എന്നുള്ള കാര്യം അറിയില്ലേ? അതൊന്നും ഓർക്കാതെയാണോ ഇപ്പൊ ഈ കിടന്ന് തുള്ളുന്നത്? അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ എന്തോരം പ്രശ്നങ്ങളാണ് നടക്കുന്നെന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയോ? അച്ഛനും അമ്മയും എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ? അതിനൊന്നും കുറിച്ച് ചിന്തിക്കാണ്ട് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോൾ നോക്കി കഴിഞ്ഞാലും ഈ കിളവികളെ പോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവര് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ തലയിലെഴുത്താണ്, അതിന് ഞാൻ എന്ത് ചെയ്യണം? എന്താ ചേച്ചി ഒരു മനസാക്ഷി ഇല്ലാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? അവര് നമുക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്, അതൊന്നും ഓർക്കാതെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടിയിട്ട് ഒരു 25,000 രൂപയെങ്കിലും എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അത് സഹായിക്കാന്ന് കരുതിയിട്ട് ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് 25,000 രൂപ നേടിയിട്ട് വരികയാണ്. എന്നാൽ ചേച്ചിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഇല്ലല്ലോ. ചേച്ചിയുടെ സന്തോഷം മാത്രമല്ലേ വലുതെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ, എന്തിനാ 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് നീ ഇങ്ങനെ അളിഞ്ഞു തിരിഞ്ഞത്? ആ കാശ് കിട്ടിയാൽ അച്ഛനും അമ്മയ്ക്കും ചെറിയൊരു ആശ്വാസമെങ്കിൽ അത് ആക്കാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ പോയത്. ഞാനൊരു ജ്വല്ലറി ഡിസൈൻ കോമ്പറ്റീഷനിൽ പോയിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ചേച്ചിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഇല്ലല്ലോ. ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന മട്ടില് ഇതൊന്നും അത്ര ശരിയല്ല ചേച്ചി. എന്നാൽ ഇത് കേട്ട നവ്യ പറയുന്നത്, ഞാൻ നിന്റെ ചേച്ചിയാണ്, എന്ത് എവിടെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ ചേച്ചിക്ക് എല്ലാം അറിയാം, ചേച്ചിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം. അച്ഛനും അമ്മയും ഇനിയിപ്പം വീട് നഷ്ടപ്പെട്ട് പെരുവഴിയിലായാലും ചേച്ചിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ചേച്ചിക്ക് മോഡലാവണം, അതാവണം, ഇതാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഡാൻസും കളിച്ചുകൊണ്ട് നടന്നാൽ മതി. തുടർന്ന് നവ്യ പറയുന്നുണ്ട്, അതെ എനിക്ക് എന്റെ സന്തോഷം തന്നെയാണ് വലുത്. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ആരെങ്കിലും എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് ഞാൻ പോയതിനു ശേഷം ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നായിരുന്നോ? എവിടെയെങ്കിലും പോയിട്ട് നശിക്കട്ടെ എന്നല്ലേ എല്ലാവരും ചിന്തിച്ചത്? ഞാൻ തിരിച്ചു വന്ന സമയത്തോ എല്ലാവരും കൂടിയിട്ട് എന്നെ എന്തോരം അപമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തിനാ നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടപ്പെടണം? നീ ഇത്രയും സെൽഫിഷ് ആണെന്നുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് മറ്റൊരു വഴിയില്ല എന്നും ചേച്ചി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ഞാൻ പുറത്ത് പറയും. അപ്പൊ ഇങ്ങനെ സമയത്ത് അബി ഇങ്ങനെ റൂമിലേക്ക് നടന്നു വരുന്നതായിട്ടുള്ള രംഗം കാണിക്കുന്നുണ്ട്. നീ എന്താ എന്നെ വരട്ടാണോ എന്ന് നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ ചേച്ചിക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തകളൊന്നും ഇല്ലാത്ത സമയത്ത് പിന്നെ ഞാൻ എന്തിനാ ചേച്ചിയെ കുറിച്ച് ചിന്തിക്കുന്നത്?
എന്തായാലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഞാൻ സത്യം പറയാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്നിട്ട് തിരിയുന്ന സമയത്താണ് കേട്ടോ അഭി അങ്ങോട്ട് കയറി വരുന്നത്. അത് അഭി കേൾക്കുന്നുമുണ്ട്. അഭി ഒരു നോട്ടം നോക്കിയിട്ട് നയന റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് നയന റൂമിൽ പോയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഈ ചേച്ചി ഒരിക്കലും മാറില്ല, കല്യാണത്തിന് ശേഷവും കല്യാണത്തിന് മുമ്പും ഒരേപോലെ തന്നെയാണ്. ഈ സ്വഭാവം കൊണ്ട് അവളുടെ ലൈഫ് മാത്രമല്ല എൻ്റെ ലൈഫും കൂടിയാണല്ലോ പോകുന്നത് എന്നുള്ള കാര്യം കൂടി നയന പറയണേ. അത് കഴിഞ്ഞിട്ട് ആദർശ് ഇനിയിപ്പോൾ എങ്ങാനും പവിത്രയുടെ അടുത്ത് പോയിട്ട് ആരാണ് ഡിസൈൻ ചെയ്തു തരുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമോ എന്ന ആകെ പെട്ടുപോകും. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്, എന്നാൽ ഇത് എനിക്ക് തന്നെ വലിയൊരു കുരിശായി മാറിയിരിക്കുകയാണല്ലോ. ഞാൻ പോയ കോമ്പറ്റീഷനിൽ ആദർശേട്ടൻ തന്നെ ജഡ്ജായിട്ട് വന്നു, എന്തിനാ ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞിട്ട് കോമ്പറ്റീഷന് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ദൈവമേ പറയുക. ഇനിയിപ്പോൾ എന്താ ഒരു വഴിയെന്ന് ആലോചിച്ചിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, എന്തായാലും പവിത്രയെ വിളിച്ചിട്ട് അവർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കരുതെന്ന് പറയണം, അത് മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ നയന. തുടർന്ന് നമ്മുടെ അഭിയാണെന്നുണ്ടെങ്കിൽ നവ്യയുടെ ഭാവമാറ്റത്തെക്കുറിച്ച് നോക്കുകയാണ് കേട്ടോ. അവൾ എല്ലാവരോടും എന്തോ പറയുമെന്ന് പറഞ്ഞല്ലോ, എന്താ ആ കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നവ്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ അത് കേട്ടത് മുതൽ നിന്റെ മുഖത്തുള്ള ഭാവമാറ്റം ഞാൻ കണ്ടു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ദൈവമേ എന്താ കള്ളം പറയാന്ന് ഇങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്. നീ എന്നിൽ നിന്ന് എന്താ മറയ്ക്കുന്നത് നയന എന്നുള്ള നീ എന്താ നവ്യ എന്നിൽ നിന്ന് മറയ്ക്കുന്നതെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറയാൻ കേട്ടോ അഭി. അതൊന്നുമില്ല, നമ്മള് കല്യാണത്തിന് മുമ്പ് ഒരുപാട് കറങ്ങി സ്നേഹിച്ച് നടന്നതാണല്ലോ, അങ്ങനെയൊക്കെ നടന്ന നിങ്ങൾ കല്യാണത്തിന് ശേഷം സന്തോഷത്തിലല്ലല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവൾക്ക് എന്തിനാ നമ്മുടെ കാര്യത്തിലൊക്കെ ഇടപെടേണ്ട കാര്യം, അവളെ ആദർശേട്ടെ എങ്ങനെയാ കാണുന്നെന്നുള്ള കാര്യം അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ ആദർശം എങ്ങനെ കണ്ടു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഇവിടെ ഉള്ളവള് അവളെ മഹാറാണിയെ പോലെയല്ലേ കൊണ്ട് നടക്കുന്നത്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നത്. അവൾ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം മറക്കുകയാണ് ചെയ്തത്. നമ്മൾ രണ്ടുപേരും സ്നേഹത്തിലല്ല എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ആ കാര്യം പോയിട്ട് മുത്തശ്ശിയോടോ അമ്മയോടൊക്കെ പറയുന്നതാണ് അവൾ പറഞ്ഞിട്ട് പോയത്. അവളുടെ കാര്യം നോക്കാതെ എന്തിനാ നമ്മുടെ കാര്യത്തിലേക്ക് ആവശ്യമില്ലാതെ ഇടപെടുന്നത്. ഇന്ന് അവൾ ഏതോ കോമ്പറ്റീഷനിൽ പോയിട്ട് 25,000 രൂപ പ്രൈസ് മേടിച്ചെന്ന് പറയുമ്പോൾ എന്ത് കോമ്പറ്റീഷൻ എന്ന് ചോദിക്കുകയാണേ, എന്തോ ഡിസൈനർ കോമ്പറ്റീഷൻ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അഭിയും പറയുന്നുണ്ട് കേട്ടോ, ആദർശേട്ടൻ ഇന്ന് ഏതോ ഒരു ഡിസൈനർ കോമ്പറ്റീഷന് പോയിട്ട് ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്, അതേ കോമ്പറ്റീഷനിലായിരിക്കും ഇവളും പോയിട്ടുണ്ടാവുക. അവൾക്ക് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടി അറിയുമെന്ന് അഭി ചോദിക്കുന്ന സമയത്ത് അതെ അവൾക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാം, അവള് വീട്ടിലൊക്കെ നന്നായിട്ട് ഡെക്കറേഷൻസും ഡിസൈൻസും ഒക്കെ ചെയ്യും, അതുമാത്രമല്ല എൻ്റെ കല്യാണത്തിനെടുത്ത സാരി ഉണ്ടല്ലോ അത് അവള് ഡിസൈൻ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ അപ്പൊ നിനക്ക് ജ്വല്ലറി ഡിസൈൻസ് ഒക്കെ അറിയാലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞിട്ട് അവസാനം നമ്മുടെ ജ്വല്ലറിയിൽ കയറി പറ്റാനുള്ള പണിയായിരിക്കും നോക്കുന്നുണ്ടാവുക. ഞാനും അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നിന്നെ എങ്ങനെ പുറത്തിറക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇനി ചിന്തിക്കാൻ വേണ്ടി പോകുന്നതെന്നും കൂടി അഭി മനസ്സിൽ വിചാരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, നമുക്ക് ആദർശ് ഡാൻസ് കളിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്, നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അങ്ങനെയൊക്കെ അഭി പറയുന്നത്. തുടർന്ന് നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഡാൻസ് കളിക്കാം അഭി എന്നുള്ള കാര്യത്തെക്കുറിച്ച്, നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്താണോ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ നവ്യേൻ്റെ അടുത്ത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് മോഡൽ ആവണമെന്നുണ്ടെങ്കിൽ ആഡ്സിനകത്തൊക്കെ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്ലിം ആവണം, അതിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഗർഭിണിയാണ്, അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഡാൻസ് കളിക്കുന്നത് ആരെയും കണ്ടു കഴിഞ്ഞാൽ നിന്റെ കാര്യം എൻ്റെ കാര്യം പോക്കാണെന്ന് പറയണേ അഭി എനിക്ക് നല്ല മോഡലായിട്ട് നല്ല കാശൊക്കെ കിട്ടണം, എന്നാൽ ഇവിടെ ഉള്ളവരെല്ലാവരും എന്നെ അംഗീകരിക്കും, അപ്പം എന്നെ എല്ലാവരും തലയിലേറ്റി നടക്കും, അതുകൂടി കൂടിയിട്ട് നയനയുടെ കാര്യത്തിൽ തീരുമാനമാവുന്നൊക്കെ പറയാൻ കേട്ടോ നവ്യ. എന്നാൽ ഇത് കേട്ട അഭി മനസ്സിൽ വിചാരിക്കുന്നത് നിന്നെ മോഡലായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെ തലയിലേറ്റി നടക്കാനല്ല കാലേ വാരി അടിക്കാനാ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ പവിത്രയെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ആദർശേട്ടൻ വന്ന കോമ്പറ്റീഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, പക്ഷെ അവിടെ ജഡ്ജായിട്ട് വന്നത് ആദർശേട്ടനായിരുന്നു, എന്നെ കൈയോട് പൊക്കി എന്ന് പറയാണ്. അതുമാത്രമല്ല എൻ്റെ ഡിസൈൻ കണ്ടിട്ട് പുള്ളിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ പവിത്രയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ മാഡം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുകയാണെ. ഒരു കാരണവശാലും മാഡം എന്നെ ഒറ്റയ്ക്ക് കൊടുക്കരുത്, എൻ്റെ കുടുംബം എന്നെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്, ജോലി ഇല്ലാഞ്ഞാൽ ഞാൻ പെട്ടുപോകുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും നിന്നെ ഒറ്റില്ല, നീ ഒരിക്കലും എന്നെ കുറിച്ചിട്ട് പറയരുത് എന്ന് പറയുകയാണെ. ഇല്ല മാഡം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പവിത്ര ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും അന്ന് അച്ഛനും അമ്മയും വഴിയിൽ വെച്ചിട്ട് അവൻ അത്രയും അപമാനിച്ച സ്ഥിതിക്ക് അവനിട്ട് 2 കൊടുക്കണം എന്ന് പറയുകയാണേ. നമ്മളാ കൊടുത്തെന്ന് പറഞ്ഞാൽ പ്രശ്നമാവില്ലെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഐഡിയ ഉണ്ടെന്ന് നന്ദു പറയണേ. എന്നാൽ ഞാൻ നോക്കട്ടെ അയാൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രം അങ്ങോട്ടേക്ക് നിന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ.
ആ സമയത്ത് ആ പലിശക്കാരൻ വരുന്നുണ്ട് ബൈക്കിനകത്ത്. അയാളെ തടഞ്ഞു നിർത്തിയിട്ട് കുറെ ചുറ്റുന്നുണ്ട് കേട്ടോ. എല്ലാവരും തലയിൽ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കണക്കിന് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നന്ദു പറയുന്നുണ്ട് ഫോൺ കാണിച്ചിട്ട്, അയ്യോ ഇയാൾക്കല്ല നമ്മൾ തല്ല് കൊടുക്കേണ്ടത്, വേറെ ആൾക്കാണ്, ആള് മാറിപ്പോയി, സോറി എന്ന് പറയാണ്. എല്ലാവരും സോറി പറയടാ എന്ന് പറഞ്ഞിട്ട് നന്ദു എല്ലാവരെ കൊണ്ട് സോറി പറയിപ്പിച്ചിട്ട് അവരവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നയന ഏത്തിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നീ എന്താ സ്കൂൾ കുട്ടികളെ പോലെ ഏത്തിട്ടുകൊണ്ട് നിൽക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശ്. ഇത് കേട്ട ഉടനെ തന്നെ നയന, നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത്തോടണമെന്നാണ് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണേ. എൻ്റെ പൊന്നെ, നീ ഇപ്പം തെറ്റ് ചെയ്തതിന് ഏത്തിടുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫ് മൊത്തം നീ ഏത്തിടേണ്ടി വരുമല്ലോ എന്ന് ആദർശ് ചെറിയ അടക്കത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ ഇപ്പം എന്തിനാ ഏത്തിടണമെന്ന് ചോദിക്കുകയാണേ. ഞാൻ കോമ്പറ്റീഷനിൽ പോയപ്പോൾ കള്ളം പറഞ്ഞിട്ടല്ലേ പോയത്, ഫ്രണ്ടിൻ്റെ വളകാപ്പ എന്ന് പറഞ്ഞുകൊണ്ട്, അതിനാണെന്ന് പറയുകയാണേ. ഓക്കെ, 25,000 രൂപയ്ക്ക് പോയിട്ട് ആ കോമ്പറ്റീഷനിൽ നിനക്ക് പങ്കെടുക്കേണ്ട എന്ത് കാര്യമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത്, എൻ്റെ ദൈവമേ എന്ത് നുണയെ ഞാൻ ആദർശേട്ടനോട് ഇനി പറയാന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ നയന. അത് കഴിഞ്ഞ് പറയുന്നത്, അന്ന് ഏതോ ഒരു പെൺകുട്ടി ചെയ്ത ഡിസൈന് വലിയ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊച്ചാക്കിയില്ലേ, അപ്പോൾ ആദർശേട്ടന് മുമ്പിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് എനിക്ക് ഡിസൈൻ ചെയ്യാമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്നുള്ള കാര്യം നയന പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് അത് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ആവോ വിശ്വസിച്ചു എന്ന് ഭയങ്കര ആശ്വാസത്തോടു കൂടി പറയുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.